2024 വിട പറയാൻ വിതുമ്പി നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മളിൽ നൂറടിച്ച മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം. ആളാരാണെന്നറിയുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടും. ഒരു അപൂർവ വ്യക്തിത്വം. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു കുമ്പിടിയാണ് എന്നുള്ളതാണ്. എല്ലായിടത്തുമുണ്ട്, പക്ഷേ ഒരിടത്തുമില്ല. ബാഡ്മിന്റൺ, ടെന്നീസ്, വോളിബോൾ എല്ലായിടത്തും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാവങ്ങളുടെ ലൂമിക്കരയിലാണ്. ലൂമിക്കരയിൽ വന്നാൽ പിന്നെ ഇദ്ദേഹം എല്ലാ മെഷീൻസിലും കൈവെക്കും. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഓരോ മെഷീനും മാറി മാറി ഉപയോഗിക്കുന്നതും കാണാം. സ്റ്റെപ്പറിൽ കയറിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ത്രെഡ്മില്ലിൽ കയറും. സെക്കൻഡുകൾക്കുള്ളിൽ ഡംബൽസുമായി മൽപ്പിടുത്തം പിടിക്കുന്നതും കാണാം. മൊത്തത്തിലൊരു വെപ്രാളമാണ്, ആരെയോ ഭയക്കുന്നത് പോലെ. തികഞ്ഞ ക്രെഡിറ്റ് തൽപരനായ ഇദ്ദേഹം ഈ അടുത്ത കാലത്തായി അങ്ങനെ ജിമ്മിൽ പ്രത്യക്ഷപ്പെടാറില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ടായി. സ്ഥിരം ലൂമിക്കര അഭ്യാസികൾ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖം മറച്ചുകൊണ്ട് ഹൂഡിയിട്ടൊരാൾ വെപ്രാളത്തിൽ കടന്നു വരുന്നു. അഭ്യാസികൾക്ക് എങ്കയോ പാർത്ത മാതിരി ഇരിക്ക് വൈബടിച്ചു. അഭ്യാസികൾ ഇദ്ദേഹത്തിന്റെ അടുത്തെത്തി. തേടിയ വള്ളി കാലിൽ തട്ടി. ഇത് അദ്ദേഹം തന്നെ. അഭ്യാസികൾ മുഖം മറച്ചു നടക്കുന്നതിൻ്റെ കാര്യം തിരക്കി. അദ്ദേഹം ക്യാപ്റ്റന്റെ വരെ കരളലിയിപ്പിക്കുന്ന ആ കഥ പറയാൻ തുടങ്ങി. ശരിയാണ്, എനിക്ക് വെപ്രാളമാണ്, അദ്ദേഹം തുടർന്നു. അതെങ്ങനെയാ? ഇവിടെ ഞാൻ ഇല്ലാത്ത സമയമുണ്ടാക്കി വരുന്നത് കഷ്ടപ്പെട്ടൊരു 6 പാക്ക് ഉണ്ടാക്കാനാണ്. പക്ഷേ ഇവിടെ ചിലർ വരുന്നത് വയറിൽ 6 പാക്ക് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ ചിലർ വരുന്നത് നാക്കിലുള്ള 6 പാക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇവർ നമ്മളെ കണ്ടാൽ പിന്നെ കൊലപാതകമാണ്. ആകെപ്പാടെ ഇവിടെയുള്ള സമയത്തിൻ്റെ കൂടുതൽ ഭാഗവും ഇവർ കത്തിവെച്ച് നമ്മളെ കൊല്ലും. ഓർഗാനിക് കോമഡി എന്ന് പറഞ്ഞുകോ എന്തൊക്കെയോ വാരി വിതറും. വിശേഷം ചോദിച്ച് വീർപ്പ് മുട്ടിക്കും. ഇവരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഞാൻ മുങ്ങി നടക്കുന്നത്. എനിക്കിനി നമ്മളും വേണ്ട, ക്രെഡിറ്റും വേണ്ട. ഇദ്ദേഹത്തിൻ്റെ ആ കഥ അഭ്യാസികൾ ശ്മശാനമൂകരായി കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ മാറ്റം വരാൻ എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്താൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ആ കാര്യമെന്നറിയാൻ അഭ്യാസികൾ ചെവി കൂർപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ നാക്കിൽ 6 പാക്കുള്ള ആൾക്കാർക്ക് വീട്ടിലിരിക്കുന്നതിന് ക്രെഡിറ്റ് കൊടുക്കാനുള്ള നിയമം നമ്മളിൽ ഉണ്ടാക്കണമെന്നായിരുന്നു ആ തീരുമാനം. അതു പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങി. ഇനിയും അദ്ദേഹത്തെ മനസ്സിലാകാത്തവർക്കായി ഒരു ക്ലൂ. ഇദ്ദേഹം ചില്ലറക്കാരനല്ല. കഴിഞ്ഞ വാർഡ് പിക്നിക്കിൽ പലരെയും കണ്ണീര് കുടിപ്പിച്ച് ഷോട്ട് പുട്ട് ചാമ്പ്യനായ ആളാണ്.